എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 29 വെനസ്ഡേ 2026. അപ്പോൾ ജസ്റ്റ് ഗോൾഡിലെ ഇന്നലത്തെ ലെവൽസ് ഫസ്റ്റ് നമ്മൾ പറയുന്ന പോലെ തന്നെ എന്നും പറയുന്ന പോലെ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ, ഫോറക്സിൽ, ക്രിപ്റ്റോ. ഓക്കെ, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വേറെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ടൂള്, അതിൻ്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ഒരു 2 ലെവൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സെൽ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ ലെവൽസിൽ 52 ലെവൽസിൽ നമുക്ക് വീണ്ടും മാർക്കറ്റിൽ ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ വീക്കിലി ലെവലിൽ ഓൾമോസ്റ്റ് അവിടെ നിന്ന് ലാസ്റ്റ് വീക്കിലി ലെവലാണ് 14 റേഞ്ചിലൊക്കെ ആയിരുന്നു നമ്മളെ വീക്കിലി ലെവൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റിലൊരു ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ലെവൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ ലെവൽ നമ്മൾ മാറ്റം വരുന്നതായിരിക്കും. വീക്കിലി ലെവൽ മാത്രമായിരിക്കും മാറ്റം വരാതെ ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ വീക്കിലി ലെവൽ എന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ള ലെവൽസാണ്. ഓക്കെ, സ്റ്റിൽ അപ്പോൾ ഇന്നലെ നമുക്ക് വീക്കിലി ലെവലാണ് മാർക്കറ്റിൽ എന്തുണ്ടായിരുന്നത്, ബൈ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് അല്ലേ, ഫസ്റ്റ് ഇയർ റേഞ്ചിൽ. അതിനുശേഷം ഏകദേശം 4 മണിയുടെ ടൈമിൽ ഓക്കെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ആയിരിക്കും. അതിനുശേഷം വീണ്ടും ഈ ഒരു ലെവൽ കറക്റ്റ് നമ്മളെ ലെവൽസിൽ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് മാർക്കറ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സെൽ ടാർഗറ്റ് 14 to 17 ആണ്. അവിടെ നിന്നാണ് മാർക്കറ്റിൽ എന്ത് ചെയ്ത് പുഷ് ചെയ്ത് ഏകദേശം 47 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിനുശേഷം ഇന്ന് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, വീക്കിലി ലെവലിൽ വന്നു. അതിനുശേഷം വീക്കിലി ലെവലിൻ്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ലോ ബ്രേക്ക് ചെയ്തതിന് സ്വാഭാവികമായിട്ട് എന്താണ്, കഴിഞ്ഞ സാറ്റർഡേ ഇട്ട വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, റെസിസ്റ്റൻസ് ആവും. ഓക്കെ, 36 എന്ന് മാർക്കറ്റിൽ എന്ത് ചെയ്തു, സെല്ല് വന്നു. ഓൾമോസ്റ്റ് നമ്മളെ ലെവൽ 16 പോയിൻറ്റ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ താഴെ ലെവലുണ്ട്, അവിടെ വരെ മാർക്കറ്റ് വന്നു. ഇവിടെ നിന്നാണ് മാർക്കറ്റിൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടൈം വരുമ്പോൾ എന്താണ്, ഇതിനി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു സെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് 13ൻ്റെ താഴെ. ഓക്കെ, കാരണം പിന്നെ നമുക്ക് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് എടുത്ത് ഫാൾ ചെയ്തോ. അപ്പോൾ ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് മാർക്കറ്റിൽ നല്ലൊരു ഫാൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് വീക്കിലി ലെവലിൽ. അതേപോലെ തന്നെ ഇത് നമുക്ക് എന്തായിരുന്നു, റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. മണ്ടേ നമുക്ക് ഇവിടെ നിന്ന് എന്തിട്ടുണ്ടായിരുന്നു, മാർക്കറ്റിൽ സെല്ലിംഗ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വീക്കിലി ലെവൽ 100% വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ലെവൽസാണ് ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത്. ഇത് 1 മിനിറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ നമുക്ക് ലെവൽസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ യെസ്റ്റർഡേയിലെ നമ്മളെ ലെവൽസ് ആയിരുന്നു ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. 37 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 21 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെ വീക്കിലി ലെവലിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിരുന്നു. അവിടെ വരെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം 16 പോയിൻറ്റാണ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം 4 പോയിൻറ്റാണ് എസ് എൽ വന്നത്. അവിടെ നിന്നാണ് മാർക്കറ്റിൽ നല്ലൊരു ബൈ വന്നിട്ട് കയറിപ്പോയത്. ഏകദേശം 21 എന്ന് മാർക്കറ്റ് 45 വരെ 47 വരെ പോയിട്ടുണ്ട്. ഒരു 25 പോയിൻറ്റിന് മൂവ് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൈ നോക്കാത്തതിന് റീസൺ ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യണം. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ബൈ സെറ്റപ്പ് വരത്തുള്ളൂ. ഈ ഒരു സെറ്റപ്പ് വരും മാർക്കറ്റിൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ താഴെ എടുക്കുന്നത്, കാരണം ഇത് നമ്മുടെ സെക്കൻഡ് ഗ്യാപ്പാണ്. അതിൻ്റെ താഴെ ആയതുകൊണ്ടാണ് നമ്മൾ ബൈ കൂടുതലായിട്ട് നോക്കാത്തത്. വീണ്ടും നമുക്ക് നമ്മൾ ലെവലിൻ്റെ മേലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരിക്കലും നമുക്ക് പ്രോപ്പർ ബൈ സെറ്റപ്പ് അല്ല, ബൈ സെറ്റപ്പ് ഇതിൻ്റെ മേലെ പോകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും ഇത് എന്ത് ചെയ്തു, മാർക്കറ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 39 സെല്ലെടുത്ത് ഇപ്പോഴും അത് ഹോൾഡാണ്. ഏകദേശം ഒരു 10-12 പോയിൻറ്റ് റണ്ണിങ്ങിലാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഗോൾഡിൽ ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ, ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസാണ്. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഗോൾഡിൽ ഇനി നെക്സ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റി നല്ല ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. നമ്മളെ ലെവലിൻ്റെയൊക്കെ ഒരുപാട് മേലെയായിരുന്നു. പക്ഷേ നമുക്കൊരു വീക്കിലി ലെവലിൻ്റെ ഉണ്ടായിരുന്നു. ഇത് സെല്ലേഴ്സിൻ്റെ സോണായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റാണ് ഓൾമോസ്റ്റ്. പിന്നെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ് ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. നമ്മുടെ സപ്പോർട്ട് ഏരിയയുടെ മേലെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു പുട്ട് സൈഡിലേക്ക് വ്യൂ ഉണ്ടാവണമെങ്കിൽ ഈ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് വരണമായിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തത് തന്നെ അതിൻ്റെ മേലെയാണ്. ഓൾറെഡി ഞാൻ ഗ്രൂപ്പിനകത്ത് വോയിസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ 2 ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുത്ത ടൈം എന്ന് പറയുന്നത് 9:40 സംതിങ് ഒക്കെയാണ്. ഓക്കെ, ഈ ടൈമിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായി. ഈ 2 ലെവൽ കറക്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ താഴത്തെ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഈ ലെവലിൻ്റെ താഴെ നോക്കുന്ന എന്താണ്, ഒരു സെൽ സൈഡിലേക്ക് സ്കാൽപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, കറക്റ്റ് മാർക്കറ്റ് നമ്മളെ ലെവലിലാണ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈമിലാണ്. എന്തായാലും ഇതിൻ്റെ ആക്റ്റീവ് ആകുന്നതിന് മുന്നെയാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ റിസ്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എസ് എൽ എന്ന് പറയാൻ പോലും ഇല്ല. മിനിമം 5-6 പോയിൻറ്റൊക്കെയാണ് ഫ്യൂച്ചറിൽ എസ് എൽ വരുന്നത്. ആ ഒരു റിസ്കിലെടുത്ത ആളുകൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അതിനുശേഷം
ഈ ഒരു ലെവൽ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവൽ ഞാൻ കൊടുത്തത് ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിലൊക്കെ ആയിരിക്കും 9:50 സംതിങ് ലെവലിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഈ ലെവലിൻ്റെ മേലെ കറക്റ്റ് നമ്മൾ ലെവലിൽ ടാപ്പ് ചെയ്തു. 992 ടു 1003 എന്ന് പറയുന്ന ലെവലാണ് കറക്റ്റ് ലെവലിൽ. നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് 9:59 ക്യാനിൽ. ഓക്കെ, ഇത് ഞാൻ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ കൊടുത്തതാണ്. കാരണം ആക്റ്റീവ് ആയതിന് ശേഷം നമ്മൾ കൊടുത്തിട്ട് വലിയ അതിനെപ്പറ്റി കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത ലെവലാണ്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഏകദേശം 10,200 സംതിങ് പോയിൻറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ 250 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഹൈ പ്രീമിയം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ലോവർ പ്രീമിയം കാണിച്ചു തരാം ഞാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ക്യാപിറ്റലായിരിക്കും. നമുക്ക് എല്ലാ സ്ട്രൈക്കിനകത്തും വരക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന CA ആയിരുന്നു അത്. അതുകൊണ്ടാണ് ആ ലെവലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 9:59 ക്യാനിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഏകദേശം 415 മുതൽ ഓൾമോസ്റ്റ് 600 വരെ പോയിട്ടുണ്ട് അല്ലേ. ഏകദേശം 175 180 പോയിൻറ്റിൻ്റെ മേലെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിസ്ക് എന്ന് പറയുന്നത് ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു 10 പോയിൻറ്റ് റിസ്ക്കിലാണ് ഏകദേശം 180 പോയിൻറ്റിൻ്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ടായാലും മൂവ് ചെയ്തിട്ടുള്ളത്. 10 പോയിൻറ്റ് റിസ്ക് എടുക്കാതെ ആരും ഉണ്ടാവില്ല മാർക്കറ്റിൽ അല്ലേ. അപ്പോൾ അതായിരുന്നു. പുട്ട് സൈഡിലേക്ക് നമുക്ക് എൻട്രി കാര്യങ്ങളൊന്നും ആക്റ്റീവ് ആയില്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഹെവി ഗ്യാപ്പ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സെല്ലേഴ്സിൻ്റെയൊക്കെ എബോ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ കൊടുത്ത പ്രീമിയം ആണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്നലെ കൊടുത്ത വേറൊരു പ്രീമിയം പുട്ട് സൈഡിലേക്ക് ഉള്ളത്. കാരണം നമ്മൾ ആക്റ്റീവ് ആയത് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു ലെവൽസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇതിൻ്റെ മേലെ ഞാൻ വീഡിയോ അടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ മാർക്കറ്റ് പോകണം. കാരണം ഇവിടെ ട്രാപ്പ് ഫെയിൽ ആയതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ താഴെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലെവലിൻ്റെ തീരെ താഴെയാണ്. അപ്പോൾ നമുക്ക് പുട്ട് സൈഡിലേക്ക് വേറെ പ്ലാനൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കോൾ സൈഡിൽ ഞാൻ കൊടുത്ത പ്രീമിയം ഇതായിരുന്നു. കോൾ സൈഡിൽ കൊടുത്ത ലെവൽസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ലെവലിൻ്റെ മേലെ ഓൾറെഡി ഇതിൻ്റെ മേലെയാണ് ആക്റ്റീവ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ സപ്പോർട്ട് സോൺ. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരുപാട് മേലെ ആയതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ. കാരണം നമ്മളെ ലെവലിനെക്കാട്ടി ഒരുപാട് മേലെ താഴെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ലൈവിലുള്ള ലെവൽസ് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈവിൽ കൊടുത്ത ലെവൽസാണ് ഇത്. ട്രേഡ് ആക്റ്റീവ് ആകുന്നതിന് മുന്നേ കൊടുത്ത ലെവൽസാണിത്. ഓക്കെ, അപ്പോൾ നാളെ എക്സ്പയറി ആണ്. അപ്പോൾ നാളെ ഇൻ കേസ് മാർക്കറ്റ് വലിയ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒന്നും അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം ഒരു മൂവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് സ്റ്റിൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ്, കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ ഡിപ്പിലാണ് നമ്മളെ ലെവൽസ് ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല മാന്യമായ പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഗോൾഡിൽ തന്നിരിക്കുന്ന ലെവൽസ് മാർക്ക് ചെയ്യുക. സെൻസെക്സിൻ്റെ ഈ ലെവൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. താഴെ പറഞ്ഞ ലെവൽസ്, അതേപോലെ തന്നെ പുട്ടിൻ്റെ ലെവൽസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക. കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ പഠിക്കാനോ അതനുസരിച്ച് നമ്മളെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.